ഒരു ദിവസം ഗ്രാമവാസിയായ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വരികയാണ്. വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത പ്രയാസത്തിലാണ്. ഏതൊരു ഭക്ഷണം കഴിക്കുമ്പോഴേക്കും അത് ആമാശയ സംബന്ധമായ രോഗങ്ങൾ കാരണം ദഹന പ്രക്രിയ വേണ്ട രൂപത്തിൽ നടക്കാതിരിക്കുകയും വല്ലാത്ത വിഷമം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മരുന്ന് എനിക്ക് തരണം, അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം അങ്ങ് കാണിച്ചു തരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ഗ്രാമവാസിയായ മനുഷ്യന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മരുന്ന് നിർദ്ദേശിച്ചു കൊടുത്തു. ഏതാണ് ആ മരുന്നെന്നറിയോ? സാധാരണ നമ്മൾ ഹദ്ദാദ് റാത്തീബിലൊക്കെ ചൊല്ലുന്ന ഒരു ദിക്റുണ്ട്. ഹദ്ദാദ് റാത്തീബ് പോകുന്ന ആളുകൾക്കത് മനഃപ്പാടമാണ്. ഈ ദിക്ർ നീ ഏതൊരു ഭക്ഷണം കഴിച്ചാലും അതിൻ്റെ പിന്നാലെ ഈ ദിക്ർ ചൊല്ലുക. അങ്ങനെ ആ ദിക്ർ ചൊല്ലിയാൽ പിന്നീട് ആ ഭക്ഷണ സംബന്ധമായ ഒരു രോഗങ്ങൾ നിനക്കുണ്ടാവുകയില്ല. ആ ഭക്ഷണം വയറ്റിൽ കുടുങ്ങിയിട്ടോ അല്ലെങ്കിൽ അതുപോലത്തെ പ്രയാസം കൊണ്ടോ നിനക്കൊരു വിഷമങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം. പ്രത്യേകിച്ച് കേരളക്കാരായ നമുക്കൊക്കെ ഏതൊക്കെ ഭക്ഷണം കഴിക്കണമെന്ന് അറിയില്ല. ഈ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ മാറി വലിച്ചു തിന്നുകയും അവസാനം അപ്പൻഡീസ് അടക്കമുള്ള അല്ലെങ്കിൽ മറ്റൊരുപാട് രോഗങ്ങൾ, ആമാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ വരികയും ധാരാളം പണങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമുക്കൊക്കെ ഈ ഒരു മരുന്ന് വളരെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ഒരു മരുന്ന്, അതാ ഭക്ഷണം കഴിച്ച ശേഷം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ്സമീഉൽ അലീം എന്ന ദിക്ർ 3 തവണ നാം ചൊല്ലുക. അതിലൂടെ ഈ ഭക്ഷണ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ വലിയ പരിഹാരമുണ്ടാവും. അല്ലാഹു തആല ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗമില്ലാത്ത ഒരവസ്ഥ അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.